ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റോസ്. സൺഡേ രാവിലെ ഞാൻ ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ എണീറ്റപ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇനി കോഫി ആയിട്ടൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല. കടൽ ഓഫ് ദ ഡേ കാണിക്കാൻ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അത്രയ്ക്ക് വെയിലുണ്ട്. ചീട്ട് കളിക്കുന്ന ടീംസൊക്കെ ഇപ്പോൾ എണീക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പൂരിയും കറിയും ഒക്കെ ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് അവനിൽ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ മതി. താഴത്ത് വന്ന് എൻ്റെ ബ്രഷിങ്ങും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ദേ വീടൊക്കെ തൂത്തുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനില്ലല്ലോ, അപ്പോൾ രാവിലെ തുണിയും കഴുകി ഇട്ടിട്ട് അടുത്ത പരിപാടി തുടങ്ങി. ഇപ്പോൾ ഞാനിങ്ങനെ തൂക്കുന്നത് കാണാത്ത ഇതുകൊണ്ടാണ് കേട്ടോ. അമ്മ ഒരു 2-3 ദിവസം 2-3 വട്ടം പറ്റുമ്പോഴൊക്കെ ആയിട്ട് അമ്മ വീടങ്ങ് തൂക്കും. കോഫി കുടിക്കാനായിട്ട് ഇവിടെ ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ കോഫി ഇട്ട് കുടിച്ചു. പിന്നെ നിലുവിൻ്റെ ബോട്ടിലൊക്കെ അമ്മ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രം കോഫിക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രം വെച്ചാൽ മതി. കുക്കു സാറ് രാവിലെ എണീറ്റ് ഫോണും കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അവന് ഡെയിലി ഒരു 1.5 hours അവൻ്റെ ഫോണിലുള്ളത്. അത് കഴിയുമ്പോൾ അവൻ്റെ ഫോൺ ലോക്കാവും. പിന്നെ അലൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ടോ എൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ടോ ഞങ്ങളുടെ ഫോണിനെ ലോക്ക് അഴിക്കാൻ പറ്റത്തുള്ളൂ. അവൻ്റെ ടൈം ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൻ പിന്നെ ഫോൺ എടുക്കത്തില്ല. അത് പറഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ പേരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് അത് ഇറ്റ് ഈസ് എ ഫ്രീ സ്റ്റൈൽ, അങ്ങനെ വേണം എനിക്കതിന് പറയാനായിട്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ ജെൻചേച്ചി ചെയ്യുന്ന പോലെയാണ് ചെയ്യാറുള്ളത്, അല്ലെൻ്റെ സിസ്റ്റർ ചെയ്യുന്ന പോലെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ റീസണബിൾ ആയിട്ടുള്ള അഡ്വൈസസ് കിട്ടിയിട്ടുള്ളത് എൻ്റെ നാത്തൂനിൽ നിന്നുമാണ്. നിലുവിന് കുക്കൂനേക്കാൾ ഇത്തിരിയൊന്നും പോലും പറയാൻ പറ്റത്തില്ല, ഒത്തിരി വാശി കൂടുതലാണ്. വളരെ നിർബന്ധവും കരച്ചിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനത് ഡീൽ ചെയ്യേണ്ട ഒരു ടൈമിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ കുറച്ച് ഓവറാവുന്നുണ്ട് വാശിയുടെ കാര്യത്തിൽ. അവൻ പറയുന്ന കാര്യം നടന്നില്ലെങ്കിൽ തറയിൽ കിടന്ന് ഉരുണ്ട് നിലവിളിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമ്പോഴത്തേക്ക് ഞാനങ്ങ് ക്വയറ്റാവും. ഇത് ഇപ്പം നിന്നതുപോലെ. അതെ, ഞാൻ മുട്ടക്കറി എടുത്തപ്പോൾ കുക്കു സാറിന് ഭൂരി ഷുഗറും മതിയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എങ്ങനെ കഴിക്കാമെന്ന്. അപ്പോൾ നിലുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ടാക്ടിക്സ് അതാണ്. അവൻ അങ്ങനെ കിടന്ന് ഉരുളുമ്പോഴത്തേക്ക് ഞാനോ അലനോ അനങ്ങത്തില്ല. അപ്പോൾ അവനൊരു 3 മിനിറ്റിനുള്ളിൽ നിർത്തും. അമ്മ ഇതേ കണക്ക് ഓടി വന്നിട്ട് അയ്യോ കൊച്ചു കരയുന്നു, എന്തോ പറ്റി, അത് എന്തോ വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനും ഇപ്പോൾ വഴക്ക് പറയാറുണ്ട്, അലനും പറയാറുണ്ട്. അമ്മ അങ്ങനെ നടത്തി കൊടുക്കരുത്. നടത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും ഓരോ കാര്യങ്ങൾക്ക് വാശി പിടിച്ചത് നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ പുറത്തെവിടെയെങ്കിലും പോകുമ്പം ഇതുപോലെ വീട്ടിൽ കിടന്നുരുളുന്ന പോലെ കിടന്നുരുളാൻ പറ്റിയ സ്ഥലത്തായിരിക്കത്തില്ല ഉള്ളത്. അപ്പോൾ അവന് അത് ഡീൽ ചെയ്യാൻ പറ്റണം. അവന് 2 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ വാശി കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊരു പ്ലാൻ. പിന്നെ കുക്കുവിന് ഇപ്പോൾ ഒരു 8 വയസ്സ് കഴിഞ്ഞു. ഈ വർഷം അവന് 9 വയസ്സാവും സെപ്റ്റംബറിൽ. അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ഇതുപോലെ അങ്ങനെ അടിക്കാറില്ല. ഞാൻ വടി എടുത്ത് വെച്ച് അടിക്കാറില്ല. കയ്യിൽ നിന്ന് ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്, ഒരു തട്ടോ മുട്ടോ ഒക്കെ കൈവച്ച് കിട്ടാറുണ്ട്. അങ്ങനെ അടിക്കാനായിട്ട് അലൻ സമ്മതിക്കത്തതുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ ഒരു 2-3 തവണ വടി വെച്ച് കുക്കുവിന് കൈവെള്ളയിൽ അടി കിട്ടിയിട്ടുണ്ട്. കുരുത്തക്കേട് ചിലതൊക്കെ അത്രയും വലിയ കുരുത്തക്കേട് കാണിച്ചതിന്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ഇത്രയും അത് മനസ്സിലാവാനുള്ള ഏജ് ആയതുകൊണ്ട് ശരി നീ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ ഓക്കെ പഠിക്കണ്ട, പക്ഷേ ഫോണിൽ നിന്ന് തരത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ 1.5 hours ഫോണിൽ നിന്ന് കട്ടാണ്. അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് നിനക്ക് ആക്സസ് ഇല്ല, ടി വി നിനക്ക് കാണാൻ പറ്റത്തില്ല. നീ പഠിച്ചിട്ട് വേണമെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ്. അങ്ങനെ അല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇപ്പം ചില സമയത്ത് ഇവന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിലു ഇവനെ ശല്യപ്പെടുത്തുമ്പോൾ അടിയിടിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇതുപോലെ കട്ട് ഓഫ് ചെയ്യും. ഒരു 10 മിനിറ്റത്തേക്ക് അകത്ത് വിളിച്ചിരുത്തും, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അപ്പം നിനക്ക് ആ കളിയിലൊരു ഡിസ്റ്റർബൻസ് വരരുതെന്നും പറഞ്ഞിട്ടാണല്ലോ നീ അവനെ പുഷ് ചെയ്ത് താഴെ ഇട്ടത്. യു ഹാവ് അതർ ഓപ്ഷൻസ്. ഇപ്പം അവർ പറമ്പിലായിരിക്കും കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലു വന്ന് ശല്യപ്പെടുത്തി തുടങ്ങുമ്പോൾ നിനക്ക് നിലുവിനെ ലില്ലിയംസ് എടുത്ത് കൊണ്ടാക്കാം. അല്ലെങ്കിൽ മാമന്മാരുണ്ടല്ലോ, കണ്ണനോ ലൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാം. അല്ലെങ്കിൽ എന്നെയോ അലനെയോ വിളിക്കാം, അമ്മ കളിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈ വെക്കുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനത്തെ പണിഷ്മെൻറ്റ്സ് ആണ് അപ്പോൾ കൊടുക്കുന്നത്. 10 മിനിറ്റ് ഞാൻ അവനെ വിളിച്ചിരുത്തും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മൂവ് ചെയ്യാം. പക്ഷേ അപ്പോഴത്തേക്ക് അവൻ പഠിച്ചോളും. നെക്സ്റ്റ് ടൈം അവൻ കൊണ്ടുവന്ന് അവനെ വീട്ടിൽ ഇരുത്തിക്കോളും. ഞങ്ങളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെളിയിലിരുന്ന് കഴിക്കുവാണ് കേട്ടോ. ആ മതിലിനപ്പുറത്തായിട്ട് 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവൻ ഫുഡ് കഴിച്ചിട്ട് കളിക്കാൻ ചെല്ലാനായിട്ട്. അവർക്ക് എക്സാമിന് വെനസ്ഡേ ഉള്ളൂ. സ്റ്റേറ്റ് സിലബസിന് ഒത്തിരി ഗ്യാപ്പുണ്ട് എക്സാമിൻ്റെ ഇടയ്ക്ക്. കുക്കുവിനെ ഞാൻ 5th സ്റ്റേറ്റിലോട്ടാക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഇപ്പോൾ അവനെന്തായാലും നമ്മുടെ സ്കൂളിലല്ലേ, കളിച്ചിട്ട് വരാം ആൻറ്റി എന്നുള്ള ശുപാർശയാണ് അപ്പുറത്തുനിന്ന് നടക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കളിക്കട്ടെ എന്ന്. നിലുവിന് അമ്മ അപ്പം ചുട്ടു കൊടുത്തു കേട്ടോ. അവന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് അപ്പം വേണമെന്ന് പറയും. ഒരു കുഞ്ഞ് വെള്ള ഡബ്ബയിൽ എപ്പോഴും ഫ്രിഡ്ജിൽ അപ്പത്തിൻ്റെ മാവുണ്ടായിരിക്കും അവന് ചുട്ടു കൊടുക്കാനായിട്ട്. നമ്മൾ കൊടുക്കുന്ന പണിഷ്മെൻറ്റ്സ് ഇല്ലേടാ, അതെപ്പോഴും എഫക്റ്റീവ് ആയിരിക്കണം. ഒരു അടിയൊക്കെ കൊടുത്താൽ അതിൻ്റെ വേദന ഒരു 5-10 മിനിറ്റിൽ അതങ്ങ് മാറും. പിന്നെ അത് ഓർക്കണം എന്നില്ല. പക്ഷേ എന്തെങ്കിലും ഇതുപോലൊക്കെ ആണെങ്കിൽ
സ്ക്രീൻ ടൈം കുറയ്ക്കുക, അല്ലെങ്കിൽ പുറത്തോട്ട് നിന്ന് വൈകിട്ട് നിന്നെ പുറത്ത് കളിക്കാൻ വിടത്തില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തുവാണോ അതിൻ്റെ ടൈം ഫ്രെയിം കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്യുക. നമ്മുടെ അതായത് ചെയ്യുന്ന മിസ്റ്റേക്കിൻ്റെ ഒരു ആഴത്തിനനുസരിച്ച് നല്ല രീതിയിൽ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചില സമയത്ത് തറുതലയൊക്കെ പറയും. അപ്പോൾ വല്ലാണ്ടങ്ങ് കയറി പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ ഫോൺ എടുക്കും, അലമാരിയിൽ വെക്കും, പൂട്ടും. പിന്നെ ഒരു 3 ദിവസം 4 ദിവസത്തേക്ക് ആ ഫോൺ അലമാരിയിൽ നിന്ന് ഇറങ്ങത്തില്ല. അതുപോലെ തന്നെ ടി വിയിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒന്നും എടുത്ത് അവൻ എന്തായാലും ഒരു മൂവിയും കാണാൻ പോകുന്നില്ല. അതും അങ്ങോട്ട് ലോക്ക് ചെയ്യും. സോ ഹീ നോസ് ആ ഒരു 2 ദിവസം ഇനി അവൻ ഗുഡാണെന്ന് പ്രത്യേകിച്ച് ഒന്നും അവൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതുപോലെ എടുത്ത് ലോക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. പിന്നെ ഈ 2 ദിവസം അവൻ മാക്സിമം അവൻ എങ്ങനെ ഒരു നല്ല കുട്ടിയാവാൻ പറ്റും അതുപോലെ അവൻ നല്ല കുട്ടിയാവും. അപ്പം ചിലപ്പം ഒരു 1.5 ദിവസത്തിൽ നമുക്ക് പാവം തോന്നും, അത്രയ്ക്ക് നല്ലപോലെ ബിഹേവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഫോൺ എടുത്തങ്ങ് കൊടുക്കും. അപ്പോൾ അതാണ് കുക്കുവിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെ ഫോളോ ചെയ്യുന്നത്. അതാണ് ആലനും അതെ, ഇത് കണക്ക് തന്നെയാണ്. ഇത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ ഫോൺ കൂടാതെ സ്ക്രീൻ ടൈം കൂടാതെ ഫുട്ബോളും ഉണ്ട്. ബോൾ എടുത്ത് അങ്ങോട്ട് ലോഡിംഗ് സ്ലാബിലേക്ക് അലനെറിയും. പിന്നെ പറയും അത് എടുക്കരുത്, പറയുന്നത് വരെ ലോഡിംഗ് സ്ലാബിൽ അവനെടുക്കാൻ പറ്റത്തില്ല. ലോഡിംഗ് സ്ലാബിൽ കിടക്കുന്ന ബോൾ എടുക്കാൻ പാടില്ല. വീണ്ടും അവൻ നല്ല രീതിയിൽ ബിഹേവിയറൊക്കെ ശരിയാക്കി അവൻ എന്ത് മിസ്റ്റേക്കാണോ ചെയ്തത് അതൊരു 2-3 ദിവസം റിപ്പീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ബോൾ താഴെ വരും. അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1-2 തവണ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇമ്പൾസീവായിട്ട് തല്ലി പോകത്തില്ലേ, അങ്ങനെ ഒരു 2-3 അടി കിട്ടിയിട്ടുണ്ട്. അതിന് എനിക്ക് അലടയിൽ നിന്ന് വഴക്കം കിട്ടും അടിക്കുന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേരൻറ്റിങ് സ്റ്റൈൽസ്. ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ചിലേക്ക് കിടക്കാം. ലഞ്ചിന് ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ചിക്കൻ ഞാൻ ദേ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി മുളക് പൊടിയും മാത്രം ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കണം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഞാൻ പിന്നീട് കറി സെറ്റ് ചെയ്യുന്നത്. ഈ ഫ്രൈഡ് റൈസിൽ ഇടാനായിട്ട് പച്ചക്കറിക്കായിട്ട് ക്യാരറ്റും ബീൻസാണ് ഇടേണ്ടത്. പക്ഷേ കുറച്ച് പയറേ എനിക്ക് കിട്ടിയുള്ളൂ, പയറേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഇത്തിരി കറുത്തൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല പച്ച നിറത്തിലുള്ളത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചു. ആ ഒരു ബിറ്റ് ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുക്കാൻ പോയത്, പിന്നെ ഓഡിയോ അങ്ങ് ആഡ് ആയതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യുന്നില്ല. ഫ്രിഡ്ജിൽ നിന്ന് ഇതേ ഒരു എഗ്ഗ് എടുത്തുകൊണ്ട് വന്നു. ബാക്കി ഉണ്ടായിരുന്ന 2 പൂരിയും അപ്പം ചുട്ടതിൻ്റെ അകത്തുനിന്ന് ഒരു അപ്പവും ഒക്കെ ആയിട്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സൈഡിൽ പാത്രം കഴുകുന്നുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോയപ്പോൾ നിങ്ങളൊരു 3 കൈ കണ്ടത് അതാണ്. എഗ്ഗ് തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് അതവിടെ വെച്ചിരിക്കാം. ഒരുപാട് നേരം വെച്ചിരുന്നാൽ ഒരു മുഷിഞ്ഞ മണം വരും, മുട്ടയല്ലേ. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്യാരറ്റ് ഞാൻ തൊലി ഓൾറെഡി കളഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിലെ നെട്ടൊക്കെ കളയണം. ബീൻസും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം. വെജിറ്റബിൾസ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുറത്ത് നല്ല കോലാഹലം. എന്താണെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇന്നലെയും കുക്കു സാറിൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് മീൻ ചോദിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വെളിയിലുള്ള ഈ ഒരു ടാങ്കില്ലേ, ഈ ഒരു തൊടിയിൽ കിടക്കുന്നതിൻ്റെ അകത്ത് സാരിയും ഗപ്പിയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഫാൻസി ഫിഷസ് ഒന്നുമില്ല, അത് ഇഷ്ടം പോലെ ഉണ്ട്. പായലും ആമ്പലും പിന്നെ ഒരു സഹസ്രദളം എന്നും പറഞ്ഞൊരു സംഭവം കൂടെ ചേച്ചിനകത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ പോയിട്ടിട്ടില്ല. അങ്ങനെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പച്ചക്കറി അരിയുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു അരി അങ്ങ് ഗ്യാസിലേക്ക് വെക്കാമെന്ന്. ഞാൻ കൈമ അരി ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിക്കാണ് സാധാ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം 1 ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡബ്ബയിൽ ഇത്തിരി കൂടെ അരിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ മൊത്തം എടുത്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിന്നറിനും അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇനി ഞാനൊന്നും കുക്ക് ചെയ്യണ്ടല്ലോ. അമ്മയ്ക്കായിട്ട് കുറച്ച് ചോറും മീൻ കറിയും പിന്നെ ക്യാബേജ് തോരൻ വെച്ചതും ഒക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഉച്ചയ്ക്കൊന്ന് എടുത്ത് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പ്ലേറ്റിൽ വെച്ചങ്ങ് ചൂടാക്കി കൊടുത്താൽ അമ്മയുടെ കാര്യവും കുശാൽ. അല്ലെങ്കിൽ സാധാരണ നിങ്ങളെപ്പോഴും ഞാൻ കിച്ചണിൽ സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യുമ്പോഴേ അവിടെ ചോറ് അടച്ചിട്ടിരിക്കുന്നത് കാണാറുള്ളതാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം അതില്ല. ചോറ് ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് ചോറൊന്നും വയ്ക്കുന്നില്ല. ഒരു 2-3 തവണ നന്നായിട്ട് കഴുകി കുറച്ച് കല്ലുപ്പുമൊക്കെ ഇട്ട് നമുക്ക് അരി ഗ്യാസിലേക്ക് വെക്കാം. കൈമ അരിക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വേവ് വളരെ കുറവാണ്. ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടച്ചിടുമല്ലോ, ആ അടച്ചിടുന്ന ടൈമിൽ ഇത് വീണ്ടും വെന്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കലവും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുവാണല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ തിങ്ങിയിരിക്കുമ്പോൾ ഇത് വീണ്ടും വേവും. നമുക്ക് അത്രയും വെള്ളം ഊറ്റി പോവുകയും വേണമല്ലോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ബേ ലീഫ് മുഴുവൻ മസാലകളായിട്ട് ഒരു 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട ഇടുന്നുണ്ട്. പിന്നെ മാഗിയുടെ ആ ഒരു മാജിക് ക്യൂബ്സ് 2 കിടക്കുന്നത് കൊണ്ട് മാത്രം അതും കൂടെ തീരട്ടെ എന്ന് കരുതി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ആക്ച്വലി ഞാനതുണ്ടല്ലോ കുഴിമന്തി ചെയ്യാനായിട്ട് ക്യൂബ്സ് മേടിച്ചപ്പോൾ എനിക്ക് മാറിപ്പോയതാണ്. ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് വേണമായിരുന്നു മേടിക്കാനായിട്ട്.
പറഞ്ഞത് തിരിഞ്ഞു പോയിട്ട് ഇത്തവണ മാഗിയുടെ മാജിക് ക്യൂബ്സ് ഒരു 3-4 എണ്ണം ഒരു 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 സ്ട്രിപ്പ് ഒരു മാല പോലത്തെ ഒരു പീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കടയിൽ നിന്ന്. അപ്പോൾ അത് തീരാനായിട്ടാണ് കേട്ടോ ഞാനിത് ന്യൂഡിൽസിലും പാസ്ത ഉണ്ടാക്കുമ്പോഴും റൈസ് വയ്ക്കുമ്പോഴും മന്തിയിലും ഒക്കെ എടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. ബിരിയാണിയിലും ആഡ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ 2 പാക്കറ്റ് ഈ ഒരു വെള്ളത്തിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നെയ്യ് ഒഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നെയ്യുടെ കുപ്പി കാലി. അപ്പോൾ ഞാനൊരു ഇത്തിരി വെള്ളം കെറ്റിൽ വെച്ച് ചൂടാക്കി അത് നല്ലപോലെ കുലുക്കിയെടുത്തു. മുമ്പ് ഞാൻ ഇതുപോലെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും രണ്ടായിട്ട് നിൽക്കും. പച്ചവെള്ളം ഇങ്ങ് തിരിച്ചു വരും, നെയ്യ് കുപ്പിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കെറ്റിൽ ചൂടാക്കി കുപ്പി നന്നായിട്ട് കുലുക്കി അതും കൂടെ ആ കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത് തിളച്ച് പൊന്തുന്ന ടൈമിൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയൊരു പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ലുക്കില്ലെങ്കിലും പാനിൻ്റെ സൈസ് കൊണ്ട് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാനാണിത്. ഒറ്റ ട്രിപ്പിന് കുറച്ച് ബീഫ് ഫ്രൈയോ പോർക്ക് ഫ്രൈയോ ഒക്കെ ചെയ്യാൻ നേരത്ത് എനിക്ക് ഒറ്റ ട്രിപ്പിന് 1/4 കിലോ ഒക്കെ ഇതിൻ്റെ അകത്ത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഉണ്ടായിരുന്ന ചിക്കൻ മൊത്തവും ഞാൻ നല്ല സ്പേഷ്യസ് ആയിട്ട് നിരത്തിയിട്ടു. അതിപ്പോൾ അത് തിങ്ങിയതുപോലെ തോന്നുന്നത് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന എഗ് ബാറ്റർ പിസയിലൊക്കെ മേളിൽ ചെയ്യുന്ന കണക്ക് ഞാൻ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ക്യാരറ്റും പയറും ഒക്കെ കുനുകുന ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇന്നലെ ഞാനും മെറ്റയുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടല്ലോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 8-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കും. അപ്പോൾ അതിലാകെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഇംപ്രഷനും ക്ലിക്ക് ത്രൂ റേറ്റുമാണ്. അതായത് എത്ര തവണ നമ്മുടെ തംബ്നെയിൽ ഫീഡിൽ കാണിച്ചു, എത്ര പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ അത് ക്ലിക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെറ്റയോട് ചോദിക്കും. മെറ്റ ആർ വി സ്റ്റിൽ ഗുഡ്, നമ്മുടെ വീഡിയോ റീച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ദിസ് ഇസ് വെരി ഇംപ്രസീവ്, ഇത്ര റീച്ച് ഉണ്ട്, ഇത്ര പേര് തംബ്നെയിൽ കണ്ടു, ഇത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നൊക്കെ അതിനെ ഡീകോഡ് ചെയ്ത് മെറ്റ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഇന്നലെ ആയപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് നോ വെയർ എന്തോ പറഞ്ഞ് കുക്കുവിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ റീസൺ എന്താണെന്നോ അല്ലെങ്കിൽ വാട്ട് മോട്ടിവേറ്റഡ് യു എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അന്നേരമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ വാസ് നോട്ട് ഇൻ ടു ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. ഇംഗ്ലീഷ് കുറയ്ക്കാൻ പറഞ്ഞിരുന്നു, ഐ വിൽ ട്രൈ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുവിന് ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് അവന് ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പറയുന്നത് അവന് സ്നോ കാണണം എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു നമുക്കിപ്പോൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല. അത് കോവിഡിൻ്റെ ടൈമിൽ സിസിജിയിലൊന്നും ബുക്കിംഗ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി പെട്ടിരിക്കുന്ന അവസ്ഥ. എനിക്ക് സ്കൂളിലുണ്ട്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, സാലറിയിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല. അപ്പോഴും എനിക്ക് കിങ്സിൽ നിന്ന് കറക്റ്റായിട്ട് സാലറിയൊക്കെ തരുന്നുണ്ടായിരുന്നു, നമുക്ക് റോൾ ചെയ്ത് പോകാനായിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ കോവിഡ് ടൈമിൽ നമ്മൾ പുറത്ത് പോകുകയോ വേറെ ചിലവൊന്നും ഇല്ലല്ലോ, വെക്കുക തിന്നുക അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ കഴിഞ്ഞിട്ടാണല്ലോ ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും വരെ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു തവണ ചേച്ചി എൻ്റെ നാത്തൂനൊരു പിഗി ബാഗ് എബ്രോഡിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നീ കളക്ട് ചെയ്യ്, സ്നോയിൽ പോകാനായിട്ട് നീ തന്നെ കളക്ട് ചെയ്യാൻ. അപ്പോൾ അലനും മോട്ടിവേറ്റ് ചെയ്തു, നീ കളക്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ ക്യാഷും കൂടെ കൊണ്ട് സ്നോയിൽ പോകാമെന്ന്. ബൈ നമ്മൾ റൈസിനുള്ള പച്ചക്കറികളൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട് മറന്നുപോയി, പെട്ടെന്ന് എന്തോ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട് ക്യാപ്സിക്കം, ഒരു 3 സവാള, ഒരു വലിയ ക്യാപ്സിക്കം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കണം. അരിയലും പെറുക്കലും ഒക്കെ തീർന്നിട്ട് ഒരുമിച്ച് അങ്ങ് ചെയ്ത് തുടങ്ങാമല്ലോ. ഒരു സൈഡിൽ ചില്ലി ചിക്കനും ഒരു സൈഡിൽ ഫ്രൈഡ് റൈസുമായിട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. ചിക്കൻ മുരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് വരാം. അപ്പോൾ ഇവനിങ്ങനെ അതിൻ്റെ വെയിറ്റ് കൂടിക്കൂടി വരുമ്പോൾ ഇതും കൊണ്ട് വരും, അമ്മ അത് ഇത്രയായി, നമുക്കിപ്പോൾ സ്നോയിൽ പോകാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരു തവണ ഞാൻ പറഞ്ഞു ഈ കോയിൻസ് ഒന്നും കൊണ്ട് സ്നോയിൽ പോകാൻ പറ്റത്തില്ല, നോട്ട് വേണം ഒത്തിരി. ആ ഒരു ടൈമിൽ അവനന്ന് കോവിഡിൻ്റെ ഒരു ടൈമിലൊക്കെ അവന് UKG എങ്ങാണ്ട് ആയതേ ഉള്ളൂ. പിന്നെ അതിന് ഒത്തിരി നോട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ കോയിൻസ് കൂട്ടി വെച്ചിട്ട് നോട്ടാക്കും. അങ്ങനെ കണക്കൊന്നും അറിയത്തില്ലെങ്കിലും കുറേ കോയിൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ 10ൻ്റെ നോട്ടോ 20ൻ്റെ നോട്ടോ ഒക്കെ കൊടുക്കും. അപ്പോൾ ഇത് കൊണ്ടുപോയി ഈ പിഗി ബാഗിലിടും. ഇപ്പോൾ കിട്ടുന്ന കുറേ ഇവിടെ ആരെങ്കിലും എൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതെനിക്ക് ചിലർ അയ്യോ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, മോന് ഇഷ്ടമുള്ളത് മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് $500, $100, $200 ഒക്കെ കൊടുക്കും. ഇതെല്ലാം കൊണ്ട് ഈ പിഗി ബാഗിലിടും കേട്ടോ, സ്നോയിൽ പോകാനായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെറ്റയോട് ഞാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നമ്മളെ കൊണ്ട് ഒരു ഫ്ലൈറ്റിൽ പോയി സ്നോ കാണുക അതുകൊണ്ട് കേട്ടോ, ഫ്ലൈറ്റിലും കൂടെ കയറണം അവന്, അതും ആഗ്രഹമാണ്.
അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നാളത്തെ സേവിങ്സ് എടുക്കേണ്ടി വരും. അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കി ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് നിലു വന്നത്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നുമില്ല. അത്രയും സമയത്തെ സേവിങ്സ് പോയി. നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു 32 വീക്സിൽ ഒരാൾ വരുമ്പോൾ ഈ മെഡിസിറ്റി പോലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് എന്തോരം ബില്ലാവുമെന്ന്, ഒരു 3 lakhs അടുപ്പിച്ച് ആയി കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ സ്നോ വീണ്ടും ഡൗൺ ആയി. പിന്നെ അതിനുള്ളത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇനിയും അത്രയും ഇയേഴ്സ് വേണം, അത്രയും സേവിങ്സ് ആക്കി എടുക്കണമെങ്കിൽ. പ്ലസ് ചിലവുകൾ കൂടിക്കൂടി വരുവാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ തവണയും കണ്ട് ഒരു FB പോസ്റ്റ് കണ്ടു 2-3 ദിവസം മുന്നേ. ഒരു സാധാരണക്കാരന് അവശ്യ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല കയ്യിലെന്നുള്ളത്. അത് സത്യമാണ്, അത് സത്യമായിക്കൊണ്ടിരിക്കുവാണ്. ഇതിനിടയിൽ ഞാൻ റെസിപ്പി പറയാൻ വിട്ടുപോയി, സോറി. ഇപ്പുറത്ത് ചില്ലി ചിക്കനായിട്ടും ഫ്രൈഡ് റൈസിനായിട്ടും ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൽ ചില്ലി ചിക്കൻ വെക്കാനായിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇട്ടത്. അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്തു. സവാള ഒന്ന് വെന്ത് വരണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം എണ്ണ ഒഴിച്ച് പച്ചക്കറികളിട്ട് ഇത്തിരി ബട്ടർ ഇട്ടിട്ടുണ്ട്. പച്ചക്കറികളിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നടുക്കായിട്ട് ഒരു 2-3 എഗ്ഗ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 എഗ്ഗ് ഇട്ട് ചിക്കിയെടുത്ത് അത് പിന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് റൈസ് ഇട്ട് അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തത് പൈനാപ്പിൾ എസൻസ് ആണ്. ഒരു തുള്ളി പൈനാപ്പിൾ എസൻസ്. ഫ്രൈഡ് റൈസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യുന്നത്. പൈനാപ്പിൾ ആഡ് ചെയ്യുന്നതും ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. പിന്നെ അതിനെ ടോപ്പ് ചെയ്യാനായിട്ട് ഇത്തിരി മല്ലിയില. നട്ട്സൊന്നും ഞാൻ മേലെ ഇടുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ എഗ് കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന കാഷ്യൂ നട്ട്സൊക്കെ അരച്ച് തീർത്തു. ഇത്രയും സമയം മതി ഉള്ളി നല്ലപോലെ വഴന്ന് വരാനായിട്ട്. അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തു. ആക്ച്വലി ഇത് ഫുൾ തീയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ചൈനീസ് ഡിഷസ് ഒക്കെ ചെയ്തെടുക്കാൻ. ഞാനവിടെ റൈസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തീ കുറച്ച് വെച്ച് ഉള്ളി വേവിച്ചെടുത്തത്. അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തു, തക്കാളി ആഡ് ചെയ്തു. കുക്കുവിനോട് ഞാൻ സോയാ സോസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അവൻ അത് എടുത്തുകൊണ്ട് തന്നതിന് ഫ്രിഡ്ജിൽ നിന്ന് ഒരാൾ പോയി അടുത്ത സാധനം എനിക്ക് എടുത്തുകൊണ്ട് തന്നത് കറിയിലിടാൻ, മറ്റേ ചോക്ലേറ്റ് സ്പ്രെഡ്, ഇത് കറിയിലിടണമെന്ന്. അങ്ങനെ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. പക്ഷേ 2-3 തവണ ഫ്രിഡ്ജിലുള്ള സകല സാധനങ്ങളും ഓരോന്നും ഇത് എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നു കേട്ടോ. കുക്കു അത് ചെയ്തതിനാണ്, അവനെ ഏൽപ്പിച്ചില്ലല്ലോ. അമ്മ ദേ ചോറും മീൻകറിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കണം. നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് വെന്താൽ മതി, ഒന്ന് വാടിയാൽ മതി, അത്രയ്ക്ക് വേവണമെന്നില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒത്തിരി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസും സോയാ സോസ് ഉണ്ട്, അടുത്ത ഡബ്ബ വന്നുണ്ട്, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെക്കുന്നത്. ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്തേക്കുന്നു. ഇനി നമുക്ക് സോയാ സോസും കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ ബോട്ടിൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്ത് സേരയുടെ വീട്ടിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ സുനി ചാച്ചനും ഉണ്ട്, സച്ചുവും ഉണ്ട്, സേരയുടെ പപ്പയും ഉണ്ട്, മൂത്ത ബ്രദറും ഉണ്ട്. സച്ചു 10th അവൻ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൊട്ടിക്കാൻ. അങ്ങനെ അത് പൊട്ടിക്കിട്ടി. സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എത്ര അളവെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അടപ്പിന് ഒരടപ്പെടുത്തോ. ടൊമാറ്റോ സോസ് കുറച്ച് അധികം വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്. കെറ്റിലിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പാൻ യൂസ് ചെയ്യുമ്പോൾ അധികം എണ്ണ വേണ്ട, നമുക്കിങ്ങനെ മൊരിച്ചങ്ങ് എടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് വേണമെങ്കിൽ തീ ഒന്ന് സിമ്മാക്കിയിട്ട് ഇതെല്ലാം കൂടെ ആ ഫ്ലേവേഴ്സ് ഒന്ന് മിക്സ് ആവാനായിട്ട് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാവും. റൈസ് ഞാൻ തീ സിമ്മിലാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ തീ ഓഫ് ചെയ്തേക്കുന്നത്. അത് നമുക്കൊന്ന് അങ്ങനെ ഇരിക്കണം എല്ലാം കൂടെ. റൈസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഓഫ് ചെയ്താൽ ആ ഫ്ലേവേഴ്സ് ഒന്നും കറക്റ്റ് ആവത്തില്ല. അമ്മയ്ക്കുള്ള ചോറ് ഞാൻ ചൂടാക്കാൻ പോയപ്പോൾ ഒരു ഈച്ച ടടടേങ് ടടടേങ് ടടടേങ്, അതായിരുന്നു ആ നോട്ടം. ഞാൻ ഇവിടെയൊക്കെ മറ്റേ പുൽത്തൈലവും ഡെറ്റോളും മിക്സ് ചെയ്ത ലോഷനിട്ട് തുടച്ചതാണ് ഈച്ച പോകാനായിട്ട്. പക്ഷേ ഈച്ചയും ഉറുമ്പും ഇപ്പോൾ അൺസഹിക്കബിളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ചോറ് കുറച്ചിങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാറില്ല, നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്നോളും. പക്ഷേ അമ്മയ്ക്ക് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ശീലിച്ചതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടേ വെക്കത്തുള്ളൂ. അപ്പോൾ അതിന്ന് പിഴിഞ്ഞ് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം എടുത്തത് നിലൂനും കൂടെ കൊടുക്കാനുള്ള ചോറാണ് കേട്ടോ അങ്ങനെ എടുത്തത്. മീൻകറി ആദ്യം തന്നെ ഞാൻ ചൂടാക്കി മാറ്റി വെച്ചു, ചോറും വെച്ചു. വീണ്ടും ഈച്ച വന്നതുകൊണ്ട് ഞാൻ വീണ്ടും തുടയ്ക്കാൻ തുടങ്ങി. വലിയ കാര്യമൊന്നുമില്ല, ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ചാനൽ തുടങ്ങിയതിൻ്റെ പിന്നിലുള്ള ഒരു സ്വപ്നം അവനെ സ്നോ കാണിക്കുക എന്നുള്ളതാണ്. സേവിങ്സ് എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഈ നാട്ടിൽ അത്യാവശ്യം നല്ലപോലെ ജീവിച്ച് പോകാനുള്ള കാര്യങ്ങളെ ഇപ്പോൾ ഉള്ള ഇൻകം കൊണ്ട് കിട്ടുന്നുള്ളൂ. സേവിങ്സ് എടുത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതും ഇല്ല ഇതും ഇല്ല എന്നൊക്കെ ആയിപ്പോവും. നോക്കാം നടക്കുമോയെന്ന്. അപ്പോൾ എന്നെങ്കിലും അങ്ങനെ ഈ പറയുന്ന പോലെ 8-10 ഒക്കെ അല്ലാണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നാൽ ഞാൻ ആദ്യം ചെയ്യുക എൻ്റെ മോനെ സ്നോ കാണിക്കലായിരിക്കും കേട്ടോ. അത് സെൽഫിഷ്നെസ് ആണെന്നൊക്കെ തോന്നാം, പക്ഷേ ഇല്ല, അവൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ആ ചില്ലറകൾ നോട്ടാക്കി ആ പിഗ്ഗി ബാങ്കിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മനസ്സ് കാണാനിട്ട് ഞാൻ വേറെ എന്ത് നന്മ എവിടെ ചെയ്തിട്ടും ഒരു കാര്യമില്ല.
ആദ്യത്തെ ഒരു പേയ്മെൻറ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് നോക്കുമായിരുന്നു കേട്ടോ, അമ്മ എത്രയായി അപ്പോൾ $100 ആയി എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മിക്സി വേണം. അതിനൊക്കെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ വേണമായിരുന്നു, ബൾക്കായിട്ടൊരു പർച്ചേസിങ് അന്നേരം ആ ഒരു മൊമെൻറ്റിൽ ആവശ്യമായിരുന്നു. ഒരു നല്ല മിക്സർ ഗ്രൈൻഡർ, പിന്നെ ക്ലോത്ത് സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ. ചിലപ്പോൾ ആഡംബരമാണെന്ന് തോന്നാം. ഇതുപോലെ ഈ അവൻ, ഇതൊക്കെ എനിക്ക് നെസസിറ്റി ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എനിക്കിപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം ഈ വീട്ടിലും ഈ അടുക്കളയിലും ഉണ്ട്. അതുകൊണ്ട് ഇനി ഇവിടത്തേക്ക് അങ്ങനത്തെ ഒരു അപ്ലയൻസ് വാങ്ങിക്കാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കില്ല. ഓഫ് കോഴ്സ് നമ്മൾ അടിച്ചു പൊളിച്ചൊക്കെ തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. ഈ സ്നോയിൽ പോകണമെന്ന് കരുതിയിട്ട് പട്ടിണി കിടന്നൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. വെക്കേഷനും ട്രിപ്പുകളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കും. പക്ഷേ അതൊരു വലിയ കാര്യമായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും നടക്കട്ടെ. ഞാൻ ആദ്യം കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ 2 നാരങ്ങ ഇരുന്നതെടുത്ത് ഒരു കുപ്പി സോഡ ഉണ്ടായിരുന്നു, അതുമായിട്ട് ചേർത്തിട്ട് സോഡ ലൈം ഉണ്ടാക്കി. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോകും. നിലുവും കൂടെ ഇത്തിരി വലുതാവട്ടെ എന്ന് കരുതി. കുറച്ച് കഴിയുമ്പോൾ അവനും ഇങ്ങനത്തെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകത്തില്ലേ. അവന് ഓർമ്മയില്ലാത്ത ടൈമിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചും കഴിഞ്ഞു, കഥ പറച്ചിലും കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.